പോരാട്ട വീര്യം എന്താണ് എന്ന് കേരളക്കരയെ പഠിപ്പിച്ച നേതാക്കളിൽ ഒരാൾ സഖാവ് പി കൃഷ്ണപിള്ളയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ EMSും AKGയും വഴിവെട്ടിയ പാതയിലൂടെ നടന്നു വന്ന VS അച്യുതാനന്ദൻ തിരികെ പുന്നപ്രയിലേക്ക് നടക്കുന്ന കാഴ്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പോരാട്ടത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങിയ ചരിത്രം VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 2007 മൂന്നാർ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വലിയ വൻകിട കമ്പനികളൊക്കെ അതിൽ മുന്നിട്ട് നിന്നപ്പോൾ, കയ്യേറ്റ ഭൂമികളൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്നപ്പോൾ പോലും അതെല്ലാം ഈ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് ഈ സ്ഥാപനത്തിൻ്റെ ബോർഡുകൾ പിഴുതെറിഞ്ഞുകൊണ്ട് സർക്കാർ ഭൂമി എന്നുള്ളൊരു ബോർഡ് സ്ഥാപിക്കുന്ന ഘട്ടത്തിലേക്ക് VS കടന്നു. വലിയ തരത്തിൽ ജനങ്ങളുടെ വലിയ കയ്യടി, ജനങ്ങളുടെ വലിയ പിന്തുണ. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന്, ഭരണാധികാരിക്ക് കഴിയുമോ എന്ന് ചോദിച്ച സമയങ്ങളൊക്കെയായിരുന്നു. ദൗത്യം VS ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ അന്ന് മൂന്നാറിലും എറണാകുളത്ത് MG റോഡിലുമൊക്കെ അന്ന് അനധികൃതമായി പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ ഇടിച്ച് തകർക്കുന്ന ആ കാഴ്ചയുണ്ട്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും പോലും മറക്കാനാകുന്ന കാഴ്ചകളല്ല. VV അരുൺ നമുക്കൊപ്പം വീണ്ടും ചേരുമ്പോൾ, VV, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് VS എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടം. മൂന്നാറിൻ്റെ ഒഴിപ്പിക്കലടക്കമുള്ളതൊക്കെ നമ്മുടെയൊക്കെ തുടക്ക കാലഘട്ടങ്ങളിലുള്ള കാര്യമാണ്. VSന് വേണ്ടി ഉള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുകയും ശക്തനായി ആർക്കും വെട്ടി നിർത്താൻ കഴിയാത്ത ഒരാളായി VS ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിലേക്ക് വളരെ ഒരുപക്ഷെ ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അത്രയേറെ ആരാധനയോടുകൂടിയ ആണ് VSൻ്റെ ഓരോ വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് ഈ VS വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം വരെ ഏത് തരത്തിലാണ് ഈ സമയത്ത് ആ ഓർമ്മകൾ മാധ്യമ പ്രവർത്തന രീതിയിൽ പങ്കുവയ്ക്കുന്നത് രീതി? അപർണ, കേരളീയ സമൂഹത്തിന്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്, അദ്ദേഹത്തെ വിശ്വാസം അർപ്പിച്ച സാധാരണക്കാർക്ക് അദ്ദേഹം കണ്ണും കരളുമാണെങ്കിൽ VS എന്നും ഒരു വാർത്താ വസ്തുവായിരുന്നു. വാർത്താ മൂല്യമുള്ള, ഏറ്റവും അധികം വാർത്താ മൂല്യമുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു VS എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം VSൻ്റെ വാർത്താ സമ്മേളനങ്ങൾ, VSൻ്റെ പ്രതികരണങ്ങളൊക്കെ അത്രയേറെ പ്രധാനപ്പെട്ടതായിരുന്നു. VS വെറുതെ ഒന്നും പറയാറില്ല. VS ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എണ്ണി പറയും ക്യാബിനറ്റ് തീരുമാനങ്ങൾ. ഇപ്പോഴത്തെ കാലമല്ല, എല്ലാ ബുധനാഴ്ചയും വൈകിട്ടോ ഉച്ചയ്ക്കോ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. പലപ്പോഴും അത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാകും. VS വാർത്താ സമ്മേളനങ്ങളിൽ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിക്കും. അദ്ദേഹം പറയും 1, 2, 3 ഓരോ തീരുമാനങ്ങളായി എണ്ണി പറയുന്ന VSനെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ചോദ്യങ്ങളുണ്ടാകാം, ഉപചോദ്യങ്ങളുണ്ടാകാം. അതിനൊക്കെ കരുതലോടെ മറുപടി പറയുന്ന VSനെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു പ്രത്യേക കോർണറുണ്ട് PR ചേംബറിൽ. പണ്ട് PR ചേംബറിലാണ് വാർത്താ സമ്മേളനം, ക്യാബിനറ്റ് ബ്രീഫിംഗ് നടക്കാറുള്ളത്. ആ മൂലകളിൽ VSന്റെ ചില പ്രസ്താവന ഉണ്ടാകാം. അദ്ദേഹം സീറ്റിൽ ഇരുന്നല്ല, എണീറ്റ് നിന്ന ശേഷം ചില പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ആ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തെയും വലിയ വാർത്തകളായി മാറാറുണ്ട്, എക്കാലത്തെയും വലിയ വിവാദങ്ങളായി മാറാറുണ്ട്. അത് പലപ്പോഴും ഉൾപാർട്ടി പ്രശ്നങ്ങളാകാം, ഉൾപാർട്ടി വിമർശനങ്ങളാകാം. ഇപ്പോൾ നമ്മോടൊപ്പം VK പ്രശാന്ത് MLA ചേരുന്നു. VK പ്രശാന്തിന് ഒരുപക്ഷെ അഭിമാനിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യസനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം 2019 ഒക്ടോബർ 19 അന്ന് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. VK പ്രശാന്തിന് വേണ്ടി VS അച്യുതാനന്ദൻ കുറവൻകോടം ജംഗ്ഷനിൽ ഒരു പൊതുയോഗം പങ്കെടുത്തു. VS പങ്കെടുത്ത ഒരുപക്ഷെ അവസാനത്തെ പൊതുയോഗം. അതിനുശേഷം അദ്ദേഹം പങ്കെടുത്തത് പുന്നപ്ര അനുസ്മരണ ചടങ്ങിലാണ്. എങ്ങനെ കാണുന്നു ശ്രീ VK പ്രശാന്ത് VS എന്ന നേതാവിനെ, അദ്ദേഹത്തിന് അന്നത്തെ പൊതുയോഗത്തെ? അല്ല, തീർച്ചയായിട്ടും അന്ന് വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്തായിരുന്ന LDF ജയിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേയറായിരുന്ന അന്ന് എന്നെ രാജിവെച്ച മത്സരത്തിന്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം ശാരീരിക അസ്വസ്ഥത കാരണം പൊതുപരിപാടിയിൽ പങ്കെടുക്കാറില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹബുദ്ധിയെ പറഞ്ഞ് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഏതാണ്ട് 3 മിനിറ്റ് ആണ് അദ്ദേഹം ആ യോഗത്തിൽ പ്രസംഗിച്ചത്. കാരണം അതിന് ശാരീരികമായ അവശതയായിരുന്നു. പക്ഷേ വിജയിപ്പിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ അതെ, വലിയ ആൾക്കൂട്ടമായിരുന്നു, വലിയ ആവേശം ഉണ്ടാക്കി. ഒരു ഇടവേളയ്ക്ക് ശേഷം VS വന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ സൃഷ്ടിച്ച ഓളം
ആ വട്ടിയൂർക്കാവ് 3-ാം സ്ഥാനത്ത് നിന്നും പിടിച്ചെടുക്കാൻ വരെ സഹായകരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആവേശമായിരുന്നു. അതിനുമുമ്പ് അങ്ങ് എനിക്ക് തോന്നുന്നു SN കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ VS വന്നിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ ഞാൻ SFIയുടെ ഒക്കെ ഭാരവാഹി ആയിരുന്ന സമയത്ത് സെന്റ് സേവിയേഴ്സ് കോളേജിലെ പരിപാടിക്ക് വന്നിട്ടുണ്ട്, SN കോളേജിലെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ മേയറായിരിക്കുമ്പോൾ നിരവധി പരിപാടികൾ. ഇപ്പൊ ഞാനിപ്പോ ഓർമ്മിക്കുന്ന നമ്മുടെ ചിത്രയിരുന്നാൾ പാർക്ക്, ആ പാർക്കിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങൾ VSന്റെ പഴയ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും അന്ന് ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊക്കെ ഉള്ള ഒരു അലങ്കാരമൊക്കെ നടത്തിയ ഒരു പരിപാടി, ഗ്രീൻ എക്സ്പോ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു. അന്ന് VS വളരെ കൗതുകപൂർവ്വം എല്ലായിടത്തും നടന്നു കാണുകയും ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും അന്ന് വലിയ ആവേശം നഗരത്തിലാകെ ഉണ്ടാക്കി. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഒരു ഉദ്യമത്തെ ഏറ്റവും നന്നായി കണ്ടു. ഗ്രീൻ പ്രോട്ടോകോൾ പോലുള്ള കാര്യങ്ങൾ പരിപാലിക്കുന്നതിന് നല്ല ശ്രമം നടത്തി. അപ്പോൾ VS എല്ലാ മേഖലയിലും ഇടപെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് പരിസ്ഥിതി മേഖല ആയിക്കോട്ടെ, സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, അതാണ് അദ്ദേഹത്തിനെ ജനങ്ങളെല്ലാവരും സ്നേഹിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുള്ള ജനങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ആൾക്കാരും വരികയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ മാത്രമല്ല, പൊതുജനങ്ങൾ ആകമാനം VSനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അത് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഇത്തരം മനുഷ്യത്വപരമായ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേട്ടമാണ്. ഒരു പകരക്കാരൻ ഉണ്ടാകുമോ ഇങ്ങനെ ഒരു നേതാവ്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ EMS മരിക്കുമ്പോൾ പുതിയ ആളുകൾ വരും, നയനാര് മരിക്കുമ്പോൾ പുതിയ ആളുകൾ വരും. അപ്പോൾ ഓരോരുത്തരും മൺമറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊടി ഏറ്റെടുക്കാൻ പുതിയ ആളുകൾ വരും. അപ്പൊ അതുകൊണ്ട് VS ഉണ്ടാക്കിയിട്ടുള്ള ആവേശവും ഉത്സാഹവും കമ്മ്യൂണിസ്റ്റ് ബോധ്യവും ഒക്കെ വരും തലമുറയ്ക്ക് ഉണ്ടാകും. അത് അദ്ദേഹത്തോടുകൂടി മൺമറഞ്ഞു പോവുകയില്ല. എങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഒരാൾ തീരുമ്പോൾ എല്ലാ പാർട്ടി തീരണ്ടേ? അപ്പൊ അങ്ങനെയല്ല, ഓരോ തലമുറ കൈമാറി ആ കമ്മ്യൂണിസ്റ്റ് പതാക കൊണ്ടുപോവുക, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. തലമുറയുടെ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവും. VS അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കർഷക തൊഴിലാളി പ്രശ്നങ്ങളും കയർ തൊഴിലാളി പ്രശ്നങ്ങളും അല്ല ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും തലമുറ മാറ്റമുണ്ട്. അപ്പോൾ പുതിയ തലമുറയിലെ നേതാക്കന്മാരും ആ മൂല്യത്തിൽ വളർന്നു വരണം എന്നുള്ളതാണ് VS അവശേഷിപ്പിക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ചെങ്കൊടി പിടിച്ചവരും അല്ലെങ്കിൽ ഈ ഇടത് മനസ്സുള്ളവരും മാത്രമല്ല VSനെ ആരാധിക്കുന്നതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമല്ലേ ശരിക്കും? അല്ല, തീർച്ചയായിട്ടും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണഗതിയിൽ പഴയ കാല രീതികളിൽ നിന്നൊക്കെ മാറി എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാനുള്ള പാർലമെന്ററി ജനാധിപത്യ രീതിയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും സമാശ്വാസം നൽകുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ നടത്തുന്നത്. ഞാൻ അത് വിശദമാക്കുന്നില്ല. അപ്പോൾ പഴയകാല രീതികളിൽ നിന്നും മാറി പുതിയ ആളുകളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ബോധ്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അതിന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിട്ടുപോകരുത്. ആ ഒരു കണിശത ഞങ്ങൾ തീർച്ചയായിട്ടും VSന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതുതന്നെയാണ് വലിയ വെല്ലുവിളി. CPM നേതാക്കൾക്ക് മുന്നിൽ CPMൽ വരാൻ പോകുന്ന കേഡർമാർക്ക് വലിയ വെല്ലുവിളി. VS എന്ന ഒരു വിപ്ലവ നക്ഷത്രം അവശേഷിപ്പിച്ചു പോയ ചില അടയാളങ്ങളുണ്ട്. അത് പിന്തുടരുക, അതിനെ കൂടുതൽ ജ്വലിപ്പിക്കുക, വലിയ വെല്ലുവിളിയുണ്ട് CPM നേതാക്കൾക്ക്. VK പ്രശാന്ത് അതുതന്നെയാണ്. VSനും തുടർച്ചയുണ്ടാകാം, VSനെ പോലെ നേതാക്കൾ ഇനിയും ഉണ്ടാകാം. അത് ശരിക്കും വലിയൊരു പ്രതീക്ഷയാണ്. അത്തരം നേതാക്കൾ ഉണ്ടായാൽ അത് നാടിന് തന്നെയാണ് ഏറ്റവും നേട്ടമായി മാറുക. അത്തരത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് തന്നെയാണ് വിട പറയുന്നത്. ഇങ്ങനെ ഓരോ നേതാക്കൾക്കും, ഓരോ പ്രവർത്തകർക്കും, ഓരോ സാധാരണക്കാരനും VSനെ പറ്റി നിരവധി ഓർമ്മകളുണ്ട്, നിരവധി കാര്യങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ട്. അത്തരത്തിലൊന്നാണ് VK പ്രശാന്ത് പങ്കുവച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് VK പ്രശാന്ത് മത്സരിക്കുന്ന ആ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് 2019 ഒക്ടോബർ 19 VS അച്യുതാനന്ദൻ അപ്പോൾ പൊതുപരിപാടികളിൽ കാര്യമായി പങ്കെടുക്കുന്നയാളായിരുന്നില്ല.